കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ. എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മട്ടാഞ്ചേരി TD സ്കൂളിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി. TD ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. TD ഹൈസ്കൂളിലെ സ്മാർട്ട് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ അവിനാഷ് P. കാമത്ത് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഗുസ്തി റഫറി MM സലീം കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തിയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളായ ശ്രീശങ്കർ, വൈഭവ് എന്നിവർ തമ്മിലുള്ള പഞ്ചഗുസ്തി മത്സരത്തിന് വിധി നിർണ്ണയിച്ചുകൊണ്ടാണ് MM സലീം കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. സന്തോഷമുണ്ട്. ഇവിടെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കാം. നേരത്തെ ദിനേശ് സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ വളരെയേറെ സൗകര്യമുള്ള ഗ്രൗണ്ട്. ഞാനെല്ലാം ഫുട്ബോൾ കളിച്ച് പഠിച്ച ഗ്രൗണ്ടിൽ കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അവിനാശ് സാർ തയ്യാറായി രംഗത്തുണ്ട്. അതിന് വലിയ സന്തോഷമുണ്ട്. അവിനാശ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബോഡി ബിൽഡറാണ്, വലിയൊരു ബോഡി ബിൽഡർ കൂടിയാണ്. നിങ്ങൾക്ക് ഒരുപാട് അറിയില്ലേ, കൊച്ചി ജിംനേഷ്യത്തിൽ ഒരു നല്ലൊരു ബോഡി ബിൽഡറാണ്. ഇപ്പോഴും ആ കണ്ടത് അപ്പിയറൻസ് കണ്ടത് നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രൗണ്ട് വീണ്ടും ശരിയാക്കി മാറ്റാൻ പഴയ കായിക പ്രതാപത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വെമ്പലാണ് നമ്മൾ. അതിനോട് തുടക്കം കുറിക്കാനാണ് നമ്മളെല്ലാം കൂടെ എത്തിയിട്ടുള്ളത്. സാർ പറഞ്ഞു മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും 35 പേരാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പിൽ നമ്മുടെ സംസ്കൃത ഭാഷയുണ്ട്, സർവാരംഭാഹി ഘോഷേണ ഭൂമിയിൽ അഗ്നി ഭാവത്ത. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദോഷാർത്ഥം ഉണ്ടാവും അല്ലേ സാർ? സ്കൂൾ പ്രധാനാധ്യാപിക ആശാ G. പൈ, PTA പ്രസിഡന്റ് ശൈലേഷ് പൈ, കബഡി താരം രാജു, വെങ്കടേഷ്, മാലിക് ദിനാർ, ജിനോജ് എന്നിവർ സംസാരിച്ചു. ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, ബോക്സിംഗ്, ത്രോബോൾ, ബോക്സിംഗ് തുടങ്ങിയ വിഭാഗത്തിൽ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള TD ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കായി ഒരുക്കിയ ക്യാമ്പ് മെയ് 10 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.